കേരള തീരത്ത് കപ്പൽ ദുരന്തം തുടർക്കഥയാകുമ്പോൾ കപ്പലുകൾക്ക് ഭീമമായ ഇൻഷുറൻസ് തുക ലഭിക്കും. പക്ഷേ ദുരന്തത്തിൻ്റെ ഭാഗമായി കടലിൻ്റെ ആവാസ വ്യവസ്ഥ വരെ ആകെ തകിടം മറിയാൻ പോകുന്നു. ഇതിൻ്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് കേരള തീരത്തെ മത്സ്യത്തൊഴിലാളികളാണ്. അവർ അനുഭവിക്കാൻ പോകുന്ന ദുരന്തത്തിന് ആര് നഷ്ടപരിഹാരം നൽകും? ആരാണ് അതിൻ്റെ ഉത്തരവാദി? അറബിക്കടലിൽ തീയാളുന്ന ചരക്കു കപ്പൽ വാൻഹായ് 503 കേരള തീരത്തുയർത്തുന്നത് വലിയ പാരിസ്ഥിതിക ദുരന്ത ഭീതി തന്നെ. കപ്പലിലെ തീ നിയന്ത്രണാതീതമായതും ഉള്ളിലെ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളാണെന്നതും കടൽ തീര ആവാസ വ്യവസ്ഥയ്ക്ക് വൻ വെല്ലുവിളിയാണ്. തീയണയ്ക്കാനുള്ള കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ കപ്പൽ മുങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ അടുത്ത കാലത്തായി തുടർച്ചയായി കപ്പൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ആശങ്കയുയർത്തുന്നു. രണ്ടാഴ്ചക്കിടെയുണ്ടായ 2 വലിയ കപ്പലപകടങ്ങൾ സംസ്ഥാനത്തിൻ്റെ തീരപ്രദേശ സുരക്ഷയിലും പരിസ്ഥിതിയിലും വലിയ വെല്ലുവിളികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അപകടത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി. സർക്കാർ ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾക്ക് 1000 രൂപയും 6 കിലോ അരിയും സഹായകമായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ 78,498 കുടുംബങ്ങൾക്കാണ് ഈ സഹായം ലഭിക്കുക. ഈ 2 അപകടങ്ങളും കേരളത്തിൻ്റെ തീരദേശ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചും സമുദ്ര ഗതാഗതത്തിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ചും ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ കർശനമായ നിയമങ്ങളും സുരക്ഷാ നടപടികളും അനിവാര്യമാണെന്നത് ഈ സംഭവങ്ങൾ അടിവരയിടുന്നു. കപ്പലിലുള്ളത് മാരക വിഷവസ്തുക്കളായതിനാൽ കപ്പൽ മുങ്ങിയാൽ സമുദ്രത്തിൽ കലരുമെന്ന ആശങ്ക കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കേരളത്തെ ഭീതിയിലാഴ്ത്തുന്നു. പരിസ്ഥിതിക്കു ഭീഷണി ഉയർത്തുന്ന കീടനാശിനികളടക്കമുള്ള കൊടിയ വിഷവസ്തുക്കൾ കണ്ടെയ്നറുകളിലുണ്ട്. കനത്ത മഴയും കാറ്റുമടക്കമുള്ള വിപരീത കാലാവസ്ഥ കാരണം മത്സ്യബന്ധന ദിനങ്ങൾ നഷ്ടമാകുന്നതിനിടെയാണ് സിംഗപ്പൂർ ചരക്കു കപ്പലിന് തീപിടിച്ചത്. ഇത് ചെറുകിട പരമ്പരാഗത മത്സ്യബന്ധനക്കാർക്ക് തിരിച്ചടിയാണ്. ട്രോളിംഗ് നിരോധന സമയം പരമ്പരാഗത ചെറുകിട മത്സ്യബന്ധനം സജീവമാകുന്ന സമയം കൂടിയാണ്. കാറ്റിൻ്റെ ഗതി ഈ സമയത്ത് തെക്കോട്ടാകുമെന്നതിനാൽ സിംഗപ്പൂർ ചരക്കു കപ്പലിലെ കണ്ടെയ്നറുകൾ ചാവക്കാട് വരെ ഒഴുകിയെത്താം. ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ തരാനാകുന്ന ഇൻകോയ്സ് പോലുള്ള ഏജൻസികൾക്കാണെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന കീടനാശിനികളടക്കമുള്ള കൊടിയ വിഷവസ്തുക്കൾ കണ്ടെയ്നറുകളിലുണ്ട്. കപ്പൽ മുങ്ങിയാൽ സമുദ്രത്തിൽ അപകടകരമായ രാസവസ്തുക്കൾ കലരുമെന്നും എണ്ണപ്പാട ഉണ്ടാകുമെന്നും ഉറപ്പാണ്. കപ്പലിനെ രക്ഷപ്പെടുത്തുക എന്നതിലുപരി തീ നിയന്ത്രണ വിധേയമാക്കുക എന്നതാകും കോസ്റ്റ് ഗാർഡിൻ്റെ പ്രധാന ദൗത്യം. കോസ്റ്റ് ഗാർഡിൻ്റെ സമുദ്രപ്രഹരി കടലിലെ എണ്ണപ്പാട നീക്കുന്നതിനുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള യാനമാണ്. 3 ആഴ്ച മുൻപ് ആലപ്പുഴയ്ക്ക് സമീപം കടലിൽ ചരക്കു കപ്പൽ മുങ്ങിയപ്പോഴും സമുദ്രപ്രഹരിയെ അയച്ചിരുന്നു. ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ മാർഗരേഖ പ്രകാരം ബെൻസോഫെനോൺ, ട്രൈക്ലോറോബെൻസീൻ, 167 പെട്ടി ലിഥിയം ബാറ്ററികൾ എന്നിവ കണ്ടെയ്നറുകളിലുണ്ട്. 40 കണ്ടെയ്നറുകളിൽ തീപിടിക്കാവുന്ന ദ്രാവകങ്ങളും എഥനോൾ, പെയിൻറ്, ടർപ്പൻറ്റൈൻ, പ്രിൻറ്റിംഗ് ഇങ്ക് തുടങ്ങി വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ഈഥൈൽ, മീഥൈൽ കീറ്റോൺ എന്നിവയുമുണ്ട്. 20 കണ്ടെയ്നറുകളിൽ 1.83 ലക്ഷം കിലോഗ്രാം ബൈപൈറിഡിലിയം കീടനാശിനിയാണ്. ഒരു കണ്ടെയ്നറിൽ 27,786 കിലോഗ്രാം ഈഥൈൽ ക്ലോറോഫോർമേറ്റ് എന്ന മറ്റൊരു കീടനാശിനിയുമുണ്ട്. ഡൈ മീഥൈൽ സൾഫേറ്റ്, ഹെക്സാമെഥിലിൻ, ഡൈസോസയനൈഡ് തുടങ്ങി ജീവനാശ ഭീഷണി ഉയർത്തുന്ന മറ്റു കീടനാശിനികളും രാസവസ്തുക്കളും കണ്ടെയ്നറുകളിലുണ്ട്. ഇത് വെള്ളത്തിൽ കലർന്നാൽ മനുഷ്യനും കടൽ ജീവജാലങ്ങളെയും സാരമായി തന്നെ ബാധിക്കും. വിഷാംശമുള്ള രാസപദാർത്ഥങ്ങൾ കത്തിത്തീരുമെന്നും അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയാണ് ദൗത്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകമെന്നും ഡോക്ടർ R വേണുഗോപാൽ പറഞ്ഞു. അഴീക്കലിന് 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് വാൻഹായ് 503 എന്ന കപ്പലിന് തീപിടിച്ചത്. കപ്പൽ 15 ഡിഗ്രി വരെ ചരിഞ്ഞതോടെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു. ഇത് കൂടുതൽ ആശങ്കയുയർത്തുന്നുമുണ്ട്. തീപിടിക്കുന്ന വസ്തുക്കൾ, കീടനാശിനികൾ തുടങ്ങി കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയുണ്ടായിരുന്നു എന്ന സമ്പൂർണ്ണ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് പുറത്തുവിട്ട പട്ടിക ചീഫ് സെക്രട്ടറി അംഗീകരിച്ചതുമാണ്. തീപിടിക്കുന്ന വസ്തുക്കളും ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കുന്ന രാസവസ്തുക്കളും കീടനാശിനികളുമാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്ന് സ്ഥിരീകരിച്ചു. 157 കണ്ടെയ്നറുകളിലെ വസ്തുക്കളുടെ വിവരങ്ങളടങ്ങിയ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ മാർഗരേഖ പ്രകാരം കീടനാശിനികളടക്കമുള്ള കൊടിയ വിഷവസ്തുക്കൾ കണ്ടെയ്നറുകളിലുണ്ട്. K-File ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.